ഇപ്പോഴും ഡിപ്പെൻഡന്റ് ആണോ? നമുക്കും സ്വന്തമായിട്ട് ഒരു ഏണിങ്സ് ഒക്കെ വേണ്ടേ? ജോലിക്ക് പോകാൻ പറ്റാത്ത സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ഹൗസ് വൈഫ് ആയിക്കോട്ടെ, എംപ്ലോയീസ് ആയിക്കോട്ടെ, നമ്മളെല്ലാവരും ചെറിയ ചെറിയ ബിസിനസ് റിലേറ്റഡ് ആയിട്ട് വീട്ടിലിരുന്ന് തന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാമെന്ന് നോക്കി പല കുഴിയിലും പോയി ചാടിയിട്ടുള്ളവരായിരിക്കും. മണി മാർക്കറ്റിംഗ് ആയാലും ഡേറ്റ എൻട്രി ആയാലും ടെലികോൾ ആയാലും എന്തും ആകട്ടെ, നിങ്ങൾ ഡെയിലി എന്തെങ്കിലും ക്യാഷ്, എന്തെങ്കിലും വരുമാനം നമുക്ക് കിട്ടുമല്ലോ, പെർ ഡേ ഒരു 2000 രൂപയൊക്കെ നമുക്ക് കിട്ടുന്ന എന്തെങ്കിലും ജോലി നോക്കാമെന്ന് വിചാരിച്ച് പലരുടെയും വീഡിയോസൊക്കെ ആയാലും പല ലിങ്കിലൊക്കെ ആയാലും ക്ലിക്ക് ചെയ്തിട്ട് പല വേക്കൻസീസിൻ്റെയും പോസ്റ്ററൊക്കെ കണ്ടിട്ടും പോയി ചാടിയവർ കാണും അല്ലേ? ചിലരുടെയൊക്കെ കയ്യിൽ നിന്ന് ക്യാഷ് വരെ പോയിട്ടുണ്ടായിരിക്കും അല്ലേ? നിങ്ങൾ എന്തിനു വിഷമിക്കണം? നമ്മളുടെ മുമ്പിൽ നല്ലൊരു വഴി കിടക്കുമ്പോൾ 1 രൂപ പോലും മുടക്കാണ്ട് നല്ലൊരു റൂട്ട് കിടക്കുമ്പോൾ നമ്മൾ എന്തിനും ഇതുപോലെ പല കുഴിയിലും പോയി ചാടുന്നു? നിങ്ങളിപ്പോൾ ഫാമിലിയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരായിരിക്കാം, ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരായിരിക്കാം, മറ്റുള്ളവരുടെ ഹെൽപ്പിലായിരിക്കും ജീവിക്കുന്നത്, വീട്ടിലെ കാര്യമൊക്കെ നോക്കി ഒതുങ്ങി നിൽക്കുന്നവരായിരിക്കാം. നിങ്ങളുടെ കയ്യിലൊരു ഫോൺ ഉണ്ടോ? എങ്കിലും നിങ്ങൾക്കും സ്വന്തമായിട്ട് റവന്യൂ ഏൺ ചെയ്യാൻ സാധിക്കും. നമുക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിൽ, നമുക്ക് പറ്റുന്ന സ്റ്റൈലിൽ നമുക്ക് എങ്ങനെ വേണേലും വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഇപ്പം ഞാൻ ഒഫീഷ്യലി പറയുവാണ്, ഞാനൊരു യൂട്യൂബറാണ്, ഞാനൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്. ഞാൻ യൂട്യൂബിൽ നിന്നും ഇൻകം ഏൺ ചെയ്യുന്നുണ്ട്. എനിക്കാകാമെങ്കിൽ നിങ്ങൾക്കും എന്തുകൊണ്ടായിക്കൂടാ? നിങ്ങളെപ്പോലെ തന്നെയല്ലേ ഞാനും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ 2025 ഏപ്രിൽ മാസത്തെ അപ്ഡേഷനുമായിട്ടാണ്. ഈ ഇയർ ആയാലും കുറച്ച് നാൾ കഴിഞ്ഞാലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നവർ കാണുമല്ലോ. അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് പകുതിക്ക് വെച്ച് സ്റ്റക്കായിട്ട് വേറെ റൂട്ട് പോയവരും കാണും. യൂട്യൂബ് ചാനലിലെ വീഡിയോസൊക്കെ ഫ്രീസ് ആയിട്ട് നിൽക്കുന്നവരും കാണും. വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവരും കാണും. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബും ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, നിങ്ങൾ യൂട്യൂബ് ചാനലിൽ വീഡിയോ സ്ക്രോൾ ചെയ്ത് കാണാനും എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എടുത്ത് സെർച്ച് ചെയ്ത് നോക്കാനായിരിക്കും ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമൊക്കെ ആയാലും ഫേസ്ബുക്ക് ആയാലും നിങ്ങൾ റെഗുലർലി യൂസ് ചെയ്യുന്ന ആളായിരിക്കുമല്ലോ അല്ലേ? ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നിങ്ങൾക്ക് അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ടോ, ഫ്രണ്ട്സ് ഉണ്ടോ എങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലും അതേ ചാനൽ തന്നെ നിങ്ങൾക്ക് ലിങ്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങളിപ്പോൾ ഒരു ചാനൽ തുടങ്ങാത്തവരായാൽ പോലും നമ്മളെയൊക്കെ ആര് സബ്സ്ക്രൈബ് ചെയ്യാനാ എന്ന് ചിന്തിക്കുന്നവരായാൽ കൂടി നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് പരീക്ഷിച്ച് നോക്കിയാൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റാഗ്രാമിലെയും ഫേസ്ബുക്കിലെയും പോലെ സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുവരാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഫേസ്ബുക്ക് അവിടെ നിൽക്കട്ടെ, ഞാൻ ഇൻസ്റ്റാഗ്രാം തന്നെ എടുക്കാം. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ അത്യാവശ്യം പോസ്റ്റൊക്കെ ഇടുന്ന ആളായിരിക്കും. നിങ്ങൾക്ക് കൂടിപ്പോയാൽ ഒരു 1000 സബ്സ്ക്രൈബർ, കുറഞ്ഞത് ഒരു 1000 സബ്സ്ക്രൈബർ ഉണ്ടെന്ന് വിചാരിച്ചു. നിങ്ങൾ ഇതുപോലെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഇതുപോലെ ഒരു ഷോർട്സോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഇട്ടെന്ന് വിചാരിച്ചു. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് കോപ്പി ചെയ്യുക. നേരെ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് ബയോയില് ലിങ്ക് ആഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അവിടെ നമ്മുടെ യൂട്യൂബിന്റെ ലിങ്ക് ആഡ് ആക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ആരൊക്കെയാണ് ഫോളോവേഴ്സ് ഉള്ളത് അവർ മസ്റ്റായിട്ട് നമ്മുടെ യൂട്യൂബ് കാണാൻ വഴിയാകും. അങ്ങനെ അവരുടെ സബ്സ്ക്രിപ്ഷനും നമുക്ക് കിട്ടും. അതുപോലെ തന്നെയാണ് ഫേസ്ബുക്കിന്റെ കാര്യം. മാത്രമല്ല, നിങ്ങൾക്ക് ഇതുപോലെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് മറ്റുള്ളവർക്ക് അവയർനെസ് കൊടുക്കാനായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും സ്റ്റോറിയോ പോസ്റ്റോ ഇട്ടാൽ, ലിങ്കായിട്ട് ആഡ് ആക്കി ഇട്ടാലും അതിൽ ക്ലിക്ക് ചെയ്യുന്ന ആർക്കും നമ്മുടെ ചാനലിലേക്ക്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വരാൻ സാധിക്കും. ഇത് യൂട്യൂബിന്റെ കാര്യത്തിൽ നേരെ തിരിച്ചു ആകാം കേട്ടോ. അതിനായിട്ട് നമ്മൾ ക്രോമിൽ പോവുക. ക്രോമിൽ ചെല്ലുമ്പോൾ കസ്റ്റമൈസേഷൻ എന്നും പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ആ കസ്റ്റമൈസേഷന്റെ അവിടെ പോയിട്ട് ആഡ് ലിങ്ക് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ലിങ്കിന്റെ അവിടെ നമ്മുടെ ഫേസ്ബുക്കിന്റെ ലിങ്കും ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്കും ടെലഗ്രാമിന്റെ ലിങ്കും വാട്സപ്പിന്റെ ലിങ്കും ഇത്രയും ലിങ്ക് ആഡ് ആക്കി നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ സാധിക്കും. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പോൾ ആൾക്കാരൊക്കെ കയറി വരാൻ തുടങ്ങിയിട്ട് തന്നെ കുറെ നാളെ. ഫേസ്ബുക്കിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് ഒരു 2000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് വിചാരിച്ചു, ഇൻസ്റ്റാഗ്രാമിലും അത്രത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് പുഷ്പം പോലെ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആകാനുള്ള 1K സബ്സ്ക്രൈബേഴ്സ് കിട്ടും. ഇപ്പൊ ഈ കാര്യം അറിയാവുന്ന പലരും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയാലും യൂട്യൂബിന്റെ ലിങ്ക് ആഡ് ആക്കി കഴിയുമ്പോൾ, ഓപ്പൺ ആയി കഴിയുമ്പോൾ ചിലർക്ക് കിട്ടില്ല. അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, യൂട്യൂബിലെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്കും ഇൻസ്റ്റാഗ്രാമിലെ യൂട്യൂബിന്റെ ലിങ്കും കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ നോക്കുക. അപ്പൊ യൂട്യൂബ് ചാനലിലുള്ള എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി പുതുതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി സബ്സ്ക്രൈബേഴ്സിന് കിട്ടുമോ എന്ന് പേടിച്ചിരിക്കുന്നവർ ഇത് മസ്റ്റ് ആയിട്ടും അടക്കി കഴിഞ്ഞിട്ട് ധൈര്യത്തോടെ യൂട്യൂബ് ചാനലിലെ വീഡിയോസും ലോങ് വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങിക്കോ. ഇത് കൂടുതൽ എഫക്റ്റ് ആവുന്ന ആർക്കാന്നറിയാവോ? വർഷങ്ങളായിട്ട് ഇൻസ്റ്റാഗ്രാമൊക്കെ യൂസ് ചെയ്ത് എന്താ പറയുക, ഒരു 5K 10K ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ അവർ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുഷ്പം പോലെ ആയിരിക്കും അവർക്ക് സബ്സ്ക്രൈബേഴ്സിന് കിട്ടുന്നത്. മാത്രമല്ല, ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ഉള്ളവർക്കെല്ലാം ചുരുങ്ങിയത് ഒരു 1000 സബ്സ്ക്രൈബേഴ്സിന് മുകളിൽ തന്നെ ഫോളോവേഴ്സ് ഉണ്ട്.
അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നുകൊണ്ടും പ്രതീക്ഷിക്കണം നിങ്ങൾക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ ആഡാക്കി കഴിഞ്ഞാൽ, ലിങ്കുകൾ തമ്മിൽ ആഡാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കിട്ടും. അപ്പോൾ പുതുതായിട്ട് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനൽ ഉള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പലരും ഇപ്പോഴും നിങ്ങളുടെ ചാനലിൽ ഇതൊന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. മസ്റ്റായിട്ട് ഇതൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ പ്രയോജനകരമായി നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുവാണെങ്കിൽ മറക്കാണ്ട് കമൻറ്റ് ഇട്ടേക്കണം. പിന്നെ ലൈക്കും ചെയ്തേക്കണം. നമ്മുടെ വീഡിയോ മാക്സിമം ഷെയറും ചെയ്തേക്കണം. പിന്നെ സബ്സ്ക്രൈബും ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.